പെരിന്തൽമണ്ണയിലെ CPM-ന്റെ എല്ലാ കാലത്തും പ്രവർത്തകര് ഓർമ്മിക്കുന്ന ഒരു മുഖമാണ് ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെത്. അതുകൂടാതെ കർഷക തൊഴിലാളികൾക്കിടയിൽ എന്നും അവർക്ക് വേണ്ടി ജീവിച്ച, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച, അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട ഉണ്ണികൃഷ്ണൻ മാഷ് അദ്ദേഹത്തിന്റെ 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം, ഇതെല്ലാം കുറിച്ചുവെച്ച് അവസാനം അത് ഒരു സമാഹാരമായി കഴിഞ്ഞ ദിവസമാണ് അത് പ്രകാശനം ചെയ്തത് പാലോളി മുഹമ്മദ് കുട്ടിയാണ്. അപ്പോൾ ആ പ്രകാശന ചടങ്ങിന് ശേഷം നമുക്കൊന്ന് അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ചോദിച്ചറിയാം. ഈ പെരിന്തൽമണ്ണ കാർക്ക് ഒരിക്കലും എല്ലാ കാലത്തും ഓർത്തിരിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ EMS-നോളം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ CPM-ന്റെ വളർച്ചയ്ക്ക് പ്രധാന ഘടകമായ, ഏകദേശം 14 വർഷത്തോളം ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ആ ഏരിയ കമ്മിറ്റി ഓഫീസിനെ, അത്രയും വലിയൊരു ഏരിയ കമ്മിറ്റി ഓഫീസൊക്കെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉണ്ണികൃഷ്ണൻ മാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കുറിപ്പ്. ഈ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ കുറിക്കുമ്പോൾ എന്താണ് ഇത് പ്രകാശനം ചെയ്തിരിക്കുന്നു? മാഷിന്റെ അനുഭവങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി, വൺ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാന് 1968 മുതൽ പാർട്ടി മെമ്പറാണ്. 68 പാർട്ടി മെമ്പർഷിപ്പ് വന്നതിന് ശേഷം അധ്യാപകനായിട്ട് പാലക്കാട് ജില്ലയിലെ നാട്യമംഗലം സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടായി. അവിടെ 32 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് പിരിഞ്ഞത്. 2000-ലാണ് പിരിഞ്ഞത്. 2000 പിരിഞ്ഞപ്പോൾ 2014 വരെ നമ്മൾ പാർട്ടിയിലെ ചുമതല ഏരിയ സെക്രട്ടറി ആണെന്നുള്ളത് കൊണ്ട് ഏരിയ സെക്രട്ടറി സ്ഥാനം 2014 വരെ ഉണ്ടായിരുന്നു. 2014 ഡിസംബറിന് ശേഷം ഏരിയ കമ്മിറ്റി സെൻട്രൽ അംഗമായിട്ട് പ്രവർത്തിച്ചു 4 കൊല്ലം. അങ്ങനെയാണ് വന്നത്. അതിന് പുറമെ ഞാൻ സഹകരണ രംഗത്തുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ കാർഷിക വികസന ബാങ്ക് ഇന്നത്തെ നിലയിൽ വളരെ ലാഭകരമായിട്ട് പ്രവർത്തിച്ചത് എൻ്റെ ഭരണസമിതിയുടെ കാലത്താണ്. ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ്. അവാർഡുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ഈ പുസ്തകത്തിലൂടെ സമൂഹത്തിന് ഇനി വരുന്ന തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും എന്താണ് മാഷ് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചതെന്ന് കൂടി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ തകർക്കാനൊന്നും കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഹുജന സംഘടനകളെ അണിനിരന്നിട്ടുള്ളതാണ്. കർഷക സംഘം, കൃഷിക്കാരുടെ സംഘമുണ്ട്, കർഷക തൊഴിലാളികളുടെ സംഘമുണ്ട്, നിർമ്മാണ തൊഴിലാളികളുടെ സംഘടന ഉണ്ട്, CITU ചുമട്ട് തൊഴിലാളികളുടെ സംഘടനയുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം തൊഴിലാളികളെയും അണിനിരത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ തകർക്കാൻ കഴിയില്ല. ഇപ്പോൾ യുവജനങ്ങൾ വേണ്ടത്ര പോരാ എന്നുള്ള ഒരു അഭിപ്രായം നമുക്കുണ്ട്. പക്ഷേ ആ യുവാക്കളായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ വളരെ മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ യുവാക്കളുടെ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് 2006 പെരിന്തൽമണ്ണയിൽ നിന്നൊരു MLA ഉണ്ടായി, ശശികുമാർ MLA ആയത് ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, അന്ന് ബഹുജന സംഘടനകളെല്ലാം വളരെ ശക്തമായിരുന്നു. എല്ലാ ബഹുജന സംഘടനകളും അങ്ങനെ ശക്തമല്ലെന്ന് തോന്നുന്നു. ഇന്ന് ശക്തമല്ലെന്ന് തോന്നുന്നില്ല. പക്ഷേ നിർമ്മാണ തൊഴിലാളി, കർഷക തൊഴിലാളി, CITU രംഗത്തൊക്കെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഇപ്പോഴുണ്ട്. യുവാക്കളിൽ വേണ്ടത്ര പോരാ എന്നുള്ളതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിൽ പോലും വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു പുതിയ സംഘടന ഉണ്ടായിട്ടുണ്ടല്ലോ, CJP. ആ CJPയുടെ സഹായിക്കുന്നത് SFI ആണ്. അവിടെ ഡൽഹിയിലും വളരെ വളരെ ശക്തമായ സമരം നടക്കുകയാണ്. മാഷെ, ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ചോദിക്കട്ടെ. ഈ പുസ്തകത്തില് മാഷ് ഇപ്പൊ എഴുതിയ അനുഭവങ്ങൾ, ഈ 50 വർഷത്തെ മാഷിന്റെ ജീവിതാനുഭവങ്ങൾ, ഈ മാഷിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഇപ്പോ ഭരണമൊക്കെ ഏകദേശം വലിയ രീതിയിൽ പാർട്ടി പരാജയപ്പെട്ടു. ഇപ്പൊ UDF അവർ പറഞ്ഞതുപോലെ തന്നെ 102 സീറ്റ് നേടിയിരിക്കുന്നു. VD സതീശൻ പറഞ്ഞ പോലെ ഒരാൾ പറയുക 102 സീറ്റ്, 100-ൽ കൂടുതൽ സീറ്റ് നേടി UDF-നെ അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അത് അച്ചട്ടായി, അങ്ങനെ തന്നെ സംഭവിച്ചു. 102 സീറ്റ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിലൂടെ പാർട്ടി വളരെ പിന്നോക്കം പോയിരിക്കുന്നു എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാഷിന്റെ ഈ ജീവിതാനുഭവത്തിലൂടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് മാഷ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് പാർട്ടി വളരെ സജീവമാകണം. പാർട്ടിയുടെ ബഹുജന സംഘടനകളെല്ലാം ശക്തിപ്പെട്ടാൽ മാത്രമേ ഇത് കവർ ചെയ്ത് പോരാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയ പരാജയമൊന്നുമല്ല, വലിയ പരാജയം തന്നെ ഉണ്ടായി. അത് പാർട്ടി തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പാർട്ടി എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന്, ഞാനിപ്പോൾ ഇവിടെ പാർട്ടി ബ്രാഞ്ച് മെമ്പറാണ്. ഈ ബ്രാഞ്ച് മെമ്പറായിട്ടുള്ള ഞാൻ പോലും കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ വിലയാണ് പാർട്ടി കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തിരിച്ചു വരും. ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടി തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലുള്ള തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടിയെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഭരണം പോയിട്ടുണ്ട്. 31 സീറ്റുകൾ ഉണ്ടായിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 35 സീറ്റുണ്ട് LDFന്. അപ്പോൾ അത് ആ രീതിയിൽ പാർട്ടി തിരിച്ചു വരുമെന്ന് തന്നെ പറയുന്നത്. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടല്ലോ മാഷെ, അതായത് കേരളത്തിന്റെ ഒരു ഇതനുസരിച്ചാണെങ്കിൽ പാർട്ടി തിരിച്ചു വരിക എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ വിമർശിക്കുന്ന കൂട്ടത്തില് എന്താ പറയാ, വലതു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടി തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ബംഗാളിലെ പാർട്ടി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇതുവരെ പാർട്ടി ഇപ്പോൾ ഈ തവണ ഒരു സ്ഥാനത്ത് മാത്രമേ ജയിച്ചിട്ടുള്ളൂ, ഒരു MLA മാത്രമേ ഉള്ളൂ. ത്രിപുരയിൽ അതൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ കേരളത്തിന്റെ ഒരു സാഹചര്യം അങ്ങനെയല്ല. അപ്പോൾ അവിടെയൊക്കെ തിരിച്ചു വരിക എന്നത് അസാധ്യമായ ഒരു അവസ്ഥയിലേക്ക് പോയ കൂട്ടത്തില് ബംഗാളും ത്രിപുര പോലെയല്ല, കേരളം തിരിച്ചു വരിക തന്നെ ചെയ്യും. കാരണം ഇതിന്റെ മുമ്പുള്ള അനുഭവങ്ങൾ അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലും കേരളത്തിലും, പിന്നെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലും കേരളത്തിലുമൊക്കെ CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ മലബാർ ഭാഗത്ത് മുസ്ലിം വിഭാഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്നിട്ട് LDFന് എതിരായിട്ട് വോട്ട് ചെയ്തു. അതേപോലെ തന്നെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തീയ വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളെ എന്നുള്ള നിലയ്ക്ക് ക്രിസ്തീയ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും അവർക്ക് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളത് തോന്നുന്നത്. അതിൽ പിന്നെ കോൺഗ്രസിനെയാണ് രക്ഷിക്കാൻ കഴിയുക എന്നുള്ള നിലയ്ക്കാണ് അവർ ഭരണം തുടങ്ങിയത്, അവർക്ക് പിന്തുണ കൊടുത്തത്. ആ രീതിയിൽ വലിയ തോതിലുള്ള തിരിച്ചടി പെരിന്തൽമണ്ണയിലും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടി തിരിച്ചു വരും. ബഹുജന സംഘടനകളെല്ലാം ശക്തിപ്പെടുത്തുകൊണ്ട് അതിന് തക്കവണ്ണമുള്ള തീരുമാനങ്ങളാണ് പാർട്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോ ഒക്കെ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ AKG മുതൽ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരുപാട് പേരെ കുറിച്ചൊക്കെ ഇതിനകത്ത് കൃത്യമായി പ്രതിപാദിച്ചു പോകുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, അതുപോലെ മലബാറിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതുപോലെ പെരിന്തൽമണ്ണയിലെ EMSന്റെ നാടായ പെരിന്തൽമണ്ണയെ കുറിച്ചൊക്കെ കൃത്യമായി പ്രതിപാദിച്ചു പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ അവസാനമായി ഉണ്ണികൃഷ്ണൻ മാഷ് ഏറെക്കാലം അധ്യാപകനായിരുന്നു. 60 വർഷക്കാലം, 50 വർഷമെങ്കിൽ 60 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, കർഷകർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് അദ്ദേഹം വിശ്രമ ജീവിതം ഇപ്പോഴും ഇല്ല. ഇപ്പോഴും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയും പൊതു പ്രവർത്തനമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അവസാനമായിട്ട് ഈ പുസ്തകത്തിലൂടെ ഇന്നത്തെ തലമുറയ്ക്ക്, പാർട്ടിക്കാർക്കെന്നല്ല തലമുറയ്ക്ക്, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് മാഷിക്ക് നൽകാനുള്ള വലിയൊരു സന്ദേശം, ഉപദേശം എന്താണ്? അത് പ്രധാനമായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും അവർക്കൊക്കെ പ്രത്യേകം സംഘടനകളുണ്ട്. ഇപ്പോൾ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രായം കൂടി 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും സംഘടിക്കുകയും കമ്മിറ്റികൾ കൂടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ വളർത്താൻ വേണ്ടിയുള്ള നല്ലൊരു ശ്രമം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ അവരുടെയൊക്കെ കൂടെ ഞാനും മരിക്കോളം ഉണ്ടാവും. ഏതായാലും യുവാക്കൾ, അദ്ദേഹം ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യുവാക്കൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഒരു വലിയ ഒരു മുന്നേറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹം മരിക്കുമ്പോളം പാർട്ടിക്കാരൻ തന്നെയായിരിക്കും. സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല. ഒരിക്കൽ ഏലംകുളം പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ
പാർട്ടിക്കാരോട്, പാർട്ടിയുടെ ചെറുപ്പക്കാരായ ആളുകളോട്, പാർട്ടിയുടെ അനുഭാവികളോട് എല്ലാവരോടും പറയുന്നത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക, പോരാടുക. വിജയം ഉറപ്പായിട്ടുണ്ടാകും. അടുത്ത 5 വർഷം കഴിയുമ്പോൾ LDFൻ്റെതായി മാറും ഭരണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിനായിരിക്കണം യുവതലമുറ, വിദ്യാർത്ഥി സമൂഹം, പാർട്ടി പ്രവർത്തകർ, അനുഭാവികൾ ഇറങ്ങേണ്ടതെന്നാണ് അദ്ദേഹം. പാർട്ടിയിലൂടെ ജീവിച്ച, ഇന്നും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയോടൊപ്പമുള്ള ഈ പുസ്തകം കഴിഞ്ഞ ദിവസമാണ് പ്രകാശനം ചെയ്തത്. ഈ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ എല്ലാവർക്കും അദ്ദേഹം ഉപദേശം നൽകുന്നതും അതാണ്. ഏതായാലും യുവാക്കൾക്കുള്ള ഉപദേശവുമായി, എല്ലാവർക്കുള്ള ഉപദേശമായി. ഇനി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും, പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ അനുഭാവികൾക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പാർട്ടിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിക്കുന്നവർക്ക് ഉൾക്കൊള്ളാവുന്നത് ഉൾക്കൊള്ളുക. പാർട്ടി ഒരു ഇടതുപക്ഷക്കാരൻ എന്ന നിലക്ക് അദ്ദേഹം ഇടതുപക്ഷ പ്രവർത്തകർക്കാണ് ഈ ഉപദേശവും നിർദ്ദേശവും നൽകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് പകർത്തിവെച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച രീതിയിൽ, അതായത് ഓരോ പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവരുടെ ജീവിതാനുഭവങ്ങളാണ്. അവരുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നതാണ്. അത് സമൂഹത്തിനുള്ളതാണ്. വിമർശിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറേ ചർച്ചകൾ നടത്താം. പക്ഷേ നല്ലതിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം വേണം, അതിൽ നിന്നാണ് നമുക്ക് നല്ലത് കിട്ടുക എന്ന ചിന്ത കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാവുകയുള്ളൂ. ജബ്ബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.